നമസ്കാരം. ഇന്ന് ശ്രീരാമനവമി. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രത്തിൽ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി പാൽപ്പൊങ്കാല സമർപ്പണം നടത്തി വരാറുണ്ട്. ഇക്കൊല്ലവും പാൽപ്പൊങ്കാല ഉണ്ടായിരുന്നു. അതിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് സീരിയൽ സിനിമാ താരം സിന്ധു വർമ്മയും കൊച്ചി MLA ശ്രീ KJ മാക്സി അവറുകളും പ്രദീപേട്ടനും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ഒക്കെ സന്നിഹിതരായിരുന്നു. നിങ്ങളപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഭഗവാന് പൊങ്കാലയോ? അതെ, ഭഗവാന് പൊങ്കാല സമർപ്പണം നടത്തും. അതും പാൽപ്പൊങ്കാല. ദേവീക്ഷേത്രങ്ങളിൽ മാത്രമല്ല, കേരളത്തിൽ വ്യത്യസ്തമായിട്ട് പൊങ്കാല സമർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കൊച്ചി ആര്യകാട് ശ്രീരാമക്ഷേത്രം. ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഭഗവാന്റെ പ്രതിഷ്ഠ പട്ടാഭിഷേക പ്രതിഷ്ഠയാണ്. സീതാ ലക്ഷ്മണ സമേതം കുടികൊള്ളുന്ന ഭഗവാൻ എല്ലാവർക്കും ആശ്രയവും അഭയവുമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വന്നു പോകുന്ന, പ്രത്യേകിച്ച് വ്യാഴാഴ്ച തോറും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. ഈ വീഡിയോ കാണുന്ന എത്ര പേര് പാൽപ്പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത വർഷം പാൽപ്പൊങ്കാലയ്ക്ക് വരണം. വ്യത്യസ്തമായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പൊങ്കാലക്കൂട്ടത്തിൽ ആദ്യം തിളച്ചു തൂവിയത് രഞ്ജിൻ ചേച്ചിയുടെ പൊങ്കാലയായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സോടുകൂടി ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് പൊങ്കാലയർപ്പണത്തിൽ പങ്കുകൊള്ളുകയാണ്. എല്ലാവരുടെയും കൂടി ഒരു ഒത്തുചേരലുള്ള അവസരം കൂടിയാണ് ഇതുപോലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തുചേരാൻ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളും ഒത്തുചേരണം എന്ന് തന്നെയാണ് ഞാൻ പൊതുവെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുള്ളത്. കാരണം ആ കഴിഞ്ഞു പോകുന്ന സമയം ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് കേട്ടോ അതിന് ഏറ്റവും വലിയ കാരണം. ജീവിതത്തിലെ മനോഹരമായ ഓരോ നിമിഷങ്ങളും നമുക്ക് ഇതുപോലെ ക്യാപ്ചർ ചെയ്യാനും പ്രിയപ്പെട്ടവരോടുകൂടി ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അതിപ്പോൾ പൊങ്കാലയായാലും ഉത്സവമായാലും പെരുന്നാളായാലും മറ്റെന്തായാലും അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളിയാകുകയാണ്. മുഖ്യ പണ്ടാര അടുപ്പിലെ പൊങ്കാല തിളച്ചു തൂവുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾ ഏകദേശം സമാപിക്കുകയാണ്. ശേഷം മേൽശാന്തി വന്ന് ഇത് തളിക്കുകയും ഒപ്പം ബാക്കിയുള്ള പൊങ്കാലകളെല്ലാം തളിക്കുകയും ഭക്തർക്ക് പ്രസാദം നൽകുകയും അതുമായി അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സിനി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സിന്ധു വർമ്മ, അവരാണ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത്. അവർക്കും മേൽശാന്തി വന്ന് പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. അവരോടൊപ്പം ഞാനും ഒരു കുഞ്ഞ് സെൽഫി വീഡിയോ എടുത്തു. നമ്മുടെ പൊങ്കാല വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ്. നന്ദി.